ഇന്ന് നമുക്ക് വ്യത്യസ്തമായ കഥ പറയുന്ന കാതൽ എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, എം.എൽ.എയുടെ വീട്ടിലെ തോട്ടത്തിൽ നിന്ന് 2 ചക്കകൾ കാണാനില്ല. ആ ചക്ക കാണാനില്ലാത്തത് കൊണ്ട് തന്നെ എം.എൽ.എ കേസ് കൊടുക്കുകയാണ്. എത്രയും വേഗം തന്റെ വീട്ടിൽ നിന്ന് കാണാതെ പോയ ചക്ക കണ്ടെത്തി തരണമെന്നായിരുന്നു എം.എൽ.എയുടെ ആവശ്യവും. എം.എൽ.എ പറഞ്ഞതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്ക് അതനുസരിച്ചല്ലേ പറ്റൂ. പോലീസുകാരും കേസ് അന്വേഷണം ആരംഭിക്കുന്നു. ആ 2 ചക്കകളും കണ്ടെത്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എം.എൽ.എയുടെ മന്ത്രി പദവിയെ തന്നെ അത് ബാധിക്കുമെന്ന്. അതെന്തായിരിക്കാം മന്ത്രി പദവിയെ ബാധിക്കാൻ വേണ്ടി ആ ചക്കയുടെ പ്രത്യേകത? അത് അന്വേഷിക്കുകയാണ് പോലീസ് ഓഫീസർമാരെല്ലാം. കേസ് അന്വേഷണം നടക്കുന്ന സമയത്തായിരുന്നു എം.എൽ.എയുടെ വീട്ടിലെ തോട്ടക്കാരനെ ചക്ക കാണാതെ പോയ അന്നു മുതൽ കാണാനില്ല എന്നൊരു കാര്യം പോലീസ് ഉദ്യോഗസ്ഥന്മാർ അറിയുന്നതും. ഫോണിൽ വിളിച്ചു നോക്കിയിട്ട് സ്വിച്ച് ഓഫും പറയുകയാണ്. ഫോണിന്റെ ലൊക്കേഷൻ നോക്കുന്ന സമയത്തോ എം.എൽ.എയുടെ വീടാണ് കാണിക്കുന്നതും. അടുത്ത ദിവസം തന്നെ എം.എൽ.എയുടെ വീട്ടിൽ ഡോഗ് സ്ക്വാഡൊക്കെ എത്തി അന്വേഷണവും ആരംഭിക്കുന്നു. അപ്പോൾ എം.എൽ.എയുടെ വീടിന്റെ വീട്ടുവളപ്പിൽ നിന്നും തോട്ടക്കാരന്റെ മൊബൈലും കണ്ടെത്തുകയാണ്. തോട്ടക്കാരൻ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു? കാണാതെ പോയ 2 ചക്കകൾക്കും തോട്ടക്കാരനും പിന്നിൽ എന്തായിരിക്കും ബന്ധം എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കിടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ പേര് കേട്ട പിടികിട്ടാപ്പുള്ളിയായ ഗുണ്ടയെ കാണിക്കുകയാണ്. അയാളാണെങ്കിൽ തന്റെ കാമുകിയെ ഫോൺ വിളിക്കും. അടുത്ത ദിവസം കാണാനാകുമോ എന്ന് ചോദിക്കുകയാണ്. കാമുകിയായ രാധയാണെങ്കിലോ അതിനും സമ്മതിക്കും. അടുത്ത ദിവസം ഗുണ്ട രാധയെ കാണുവാനായും എത്തുന്നു. രാധ മര്യാദയ്ക്കൊന്നും സംസാരിക്കുവാനൊന്നും കൂട്ടാക്കുന്നതേയില്ല. കാരണം രാധ ഒരു പോലീസായിരുന്നു. ഗുണ്ടയെ കുടുക്കിയതാണ് അത്. പിടികിട്ടാ പുള്ളിയെ ബുദ്ധി ഉപയോഗിച്ച് രാധ പിടികൂടിയിരിക്കുന്നു. പക്ഷേ അതിന്റെ ക്രെഡിറ്റ് ആണെങ്കിലോ സീനിയർ ഉദ്യോഗസ്ഥന്മാർ എടുക്കും. രാധ SI ആണ്. കോൺസ്റ്റബിളിനും രാധയ്ക്കുമിടയിൽ ചെറിയൊരു ലവ് ട്രാക്ക് ഉണ്ട്. കാരണം ഇവർ 2 പേരും ഒരുമിച്ച് പഠിച്ചതും ഒരുമിച്ചാണ് ജോലിക്ക് പ്രവേശിച്ചതും. പ്രസ് മീറ്റിംഗിനിടയിൽ SP ഒരു കോള് വരികയാണ്. കോള് വന്നതും എല്ലാവരും എം.എൽ.എയുടെ വീട്ടിലേക്കും പോകും. അവിടെ എത്തുമ്പോഴാണ് ഒരുപാട് മീഡിയക്കാരൊക്കെ എം.എൽ.എയുടെ വീട്ടിനടുത്ത് നിൽക്കുന്നത് കാണുന്നതും. എം.എൽ.എയും വീട്ടുകാരും ഞെട്ടി നിൽക്കുകയാണ്. കാരണം എം.എൽ.എയുടെ വീട്ടിലെ പ്ലാവിൽ പിടിച്ച 2 ചക്ക കാണുന്നില്ല. അത് കണ്ടെത്തി കൊടുക്കുവാനായിട്ടാണ് SP വിളിച്ചിരിക്കുന്നതും. പോലീസുകാരും എല്ലാവരും കൂടെയുണ്ട്. SP ആണെങ്കിലോ ആ കേസ് രാധയ്ക്ക് കൈമാറി. കാണാതെ പോയ 2 ചക്കയ്ക്കുമേൽ എം.എൽ.എക്ക് എന്താണ് ഇത്ര പ്രിയമെന്തെന്നാൽ, എം.എൽ.എയുടെ പാർട്ടിയിലെ ഉയർന്നാൽ എം.എൽ.എയുടെ വീട്ടിൽ ഫുഡ് കഴിക്കുവാനായും എത്തി. അയാൾക്ക് ചക്ക കൊണ്ടുള്ളൊരു കറിയും ഇഷ്ടമായി. ചക്ക തനിക്ക് വേണമെന്ന് അയാൾ ആവശ്യപ്പെടും. എന്നാൽ ആ ഒരു ചക്കയാണെങ്കിലോ ആഫ്രിക്കയിൽ നിന്നങ്ങാണ്ട് വരുത്തിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലാവിൽ പിടിച്ചതാണ്. തന്റെ വീട്ടുമുറ്റത്ത് അത് നിൽപ്പുണ്ട്. അതിൽ 2 ചക്കയുമുണ്ട്. പാകമാകുമ്പോൾ തരാമെന്നും എം.എൽ.എ പറയുകയാണ്. എന്നാൽ ഇപ്പോൾ ആ 2 ചക്കയാണ് കാണാതെ പോയിരിക്കുന്നതും. എം.എൽ.എയുടെ മന്ത്രി പദവിയെ അത് ബാധിക്കും. എങ്ങനെയെങ്കിലും ചക്ക കണ്ടെത്തണമെന്നായി എം.എൽ.എക്ക്. അങ്ങനെ രാധ കേസ് അന്വേഷിക്കുവാനായി ആരംഭിക്കുകയാണ്. ചക്ക ആദ്യം കണ്ടത് എം.എൽ.എയും നഷ്ടമാകുന്നതിന് മുൻപ് കണ്ടത് എം.എൽ.എയുടെ മകളുമാണ്. ചക്ക കാണാതെ പോകുന്ന ദിവസം എം.എൽ.എയുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന എല്ലാവരെയും ചോദ്യം ചെയ്യും. കൂടാതെ ഫോറൻസിക് വിഭാഗവും ഒക്കെ എത്തുകയാണ്. ചോദ്യം ചെയ്യുമ്പോൾ ആർക്കും തന്നെ ഒന്നും അറിയത്തില്ല. എന്നാൽ അവിടുത്തെ തോട്ടക്കാരനാണെങ്കിൽ 2 ദിവസമായി വരുന്നില്ലത്രേ. എം.എൽ.എ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതാണെന്നും അറിയും. തോട്ടക്കാരന്റെ നമ്പർ കണ്ടെത്തി വിളിക്കുമ്പോഴോ ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. CC ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ പ്ലാവിനടുത്തുള്ള ക്യാമറയ്ക്ക് മുന്നിൽ എം.എൽ.എയുടെ ഫ്ലെക്സ് ബോർഡ് ആരോ ഓർക്കാതെ കൊണ്ടുവച്ചതിനാൽ വിഷ്വൽസ് ഒന്നും കിട്ടിയതേയില്ല. ആ നാട്ടിൽ മുഴുവൻ അന്വേഷണവും ആരംഭിച്ചു. SP നിർദ്ദേശപ്രകാരം ചക്കയുടെ ഒരു ഫോട്ടോ ഒട്ടിച്ചിട്ട് അത് കണ്ടെത്തി തരുന്നവർക്ക് റിവാർഡുമുണ്ടെന്ന് പ്രഖ്യാപിച്ചു. തോട്ടക്കാരന്റെ മൊബൈൽ ലൊക്കേഷൻ കണ്ടെത്തിയിരിക്കുകയാണ് പോലീസ് കൂട്ടരെല്ലാവരും. എം.എൽ.എയുടെ പാർട്ടിയിലെ ഉയർന്ന ആളാണെങ്കിലോ എം.എൽ.എ വിളിക്കുകയാണ്. നീ ആ ഒരു ചക്ക എത്തിച്ചാൽ മാത്രമേ നിന്റെ മന്ത്രി പദവിയെക്കുറിച്ച് ഞാനിവിടെ സംസാരിക്കുമെന്നാണ് പറയുന്നതും. അതെല്ലാം കേൾക്കുന്നതും എം.എൽ.എ വല്ലാതെ ടെൻഷനാകുവാനായും തുടങ്ങി. അന്നേ ദിവസം വൈകിട്ട് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു രാധ. അപ്പോൾ തന്റെ മകളെ കാണാനില്ല എന്ന് പരാതി കൊടുക്കുവാനായിട്ട് ഒരച്ഛൻ അവിടേക്ക് എത്തിയിരുന്നു. അയാളെ കണ്ടതും രാധ ഞെട്ടിപ്പോകും. അത് മറ്റാരുമല്ല എം.എൽ.എയുടെ വീട്ടിൽ നിന്ന് തോട്ടക്കാരനായിരുന്നു. തോട്ടക്കാരനെ കണ്ടതും ഉടനെ തന്നെ രാധ മറ്റൊന്നും ചോദിക്കാതെ തോട്ടക്കാരനെ സെല്ലിലടയ്ക്കുകയാണ്. SP വിവരമറിയിക്കുകയും ചെയ്യും. അയാളെ ചോദ്യം ചെയ്യുവാനായിട്ടാണ് SP പറയുന്നത്. എന്നാൽ തോട്ടക്കാരൻ ചിന്തിക്കുന്നത് തന്റെ മകളെ കാണാനില്ല എന്ന് കംപ്ലൈന്റ് കൊടുക്കാൻ വന്ന ആളിനെയാണല്ലോ സെല്ലിൽ അടച്ചിരിക്കുന്നത്. എന്താണ് നീതി എന്നാണ്. എന്നാൽ തോട്ടക്കാരൻ ചിന്തിക്കുന്നത് തന്റെ മകളെ കാണാനില്ല എന്ന് പരാതി കൊടുക്കാൻ വന്നിരിക്കുന്ന ആളിനെയാണല്ലോ സെല്ലിൽ അടച്ചിരിക്കുന്നത് എന്നാണ്. രാധ ചോദിക്കും, എം.എൽ.എയുടെ വീട്ടിലെ 2 ചക്ക കാണാതെ പോയി. അതിന് പിന്നിൽ നിങ്ങളല്ലേ? എം.എൽ.എ നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ ദേഷ്യത്തിലല്ലേ നിങ്ങൾ ആ ചക്ക കൊണ്ടുപോയത് എന്നാണ് തോട്ടക്കാരനോട് രാധ ചോദിക്കുന്നതും. എന്നാൽ തോട്ടക്കാരൻ പറയുന്നത്, അയ്യോ ഞാൻ ചക്കയൊന്നും എടുത്തിട്ടില്ല. യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത് ഞാനന്ന് ഒരുപാട് ചെടി നട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എം.എൽ.എയുടെ കൊച്ചുമകനാണെങ്കിലോ ആ ചെടിക്ക് മുകളിലൂടെ വണ്ടി കയറ്റി ഇറക്കി രസിച്ചു.
അതെനിക്ക് കണ്ടിട്ട് സഹിച്ചില്ല. ഞാൻ ആ പയ്യനെ പിടിച്ചൊന്ന് വിരട്ടി. അതിനാണ് എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടത്. അതും ആ ഒരു ചക്ക കാണാതെ പോകുന്നതിന് 2 ദിവസം മുൻപാണ് എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടതെന്നും തോട്ടക്കാരൻ പറയുന്നു. എന്നാൽ അവിടെ നിൽക്കുന്ന കോൺസ്റ്റബിൾ ലേഡി പറയുന്നത് ഇയാൾ തന്നെ അതിന് പിന്നില്. MLA ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടതിന്റെ ദേഷ്യത്തിൽ ചെയ്തതായിരിക്കുമെന്ന് തന്നെ കോൺസ്റ്റബിൾ പറയുന്നു. എന്നാൽ അത് കേട്ട് തോട്ടക്കാരനാണെങ്കിൽ പൊട്ടിക്കരയും. 2 ദിവസമായിട്ട് എന്റെ മകളെ കാണാനില്ലാത്തത് കൊണ്ട് ഞാൻ സ്റ്റേഷനിൽ കയറി ഇറങ്ങുകയാ എന്നുള്ള കാര്യം പറഞ്ഞാണ് കരയുന്നത്. അല്ല, ഓരോരുത്തർ പേഴ്സ് കാണാനില്ല, മൊബൈൽ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് സ്റ്റേഷനിലെത്തും. അതും അന്ന് തന്നെ എത്തും. നിങ്ങൾ എന്താ മകളെ കാണാനില്ല എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് ഇവിടെ പരാതി കൊടുക്കുവാനായി എത്തിയത് എന്ന് ചോദിക്കുന്നു. ഞാൻ വന്നതാണ്, പക്ഷെ ഇവിടുത്തെ ഒരു സാറാണെങ്കിൽ എന്റെ കേസ് പരിഗണിച്ചില്ല എന്ന് പറയും. ആ സാർ ആരാണെന്ന് രാധ ചോദിക്കുമ്പോൾ രാധയുടെ കാമുകനായ കോൺസ്റ്റബിളിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. രാധയ്ക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരുന്നു. രാധ അതെല്ലാം മനസ്സിലടക്കി പിടിച്ചിട്ട് നേരെ SP വിളിക്കുന്നു. തോട്ടക്കാരൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാ പറയുന്ന. അയാളുടെ മകളെയും 2 ദിവസമായി കാണാനില്ല എന്ന് പറയും. എന്നാൽ SP-ക്കാണെങ്കിലോ എങ്ങനെയെങ്കിലും ഈ ഒരു ചക്ക കേസ് ക്ലോസ് ചെയ്തല്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ ആ ഒരു തോട്ടക്കാരന്റെ മണ്ടയിൽ ഈ ഒരു കേസെല്ലാം കെട്ടിവെച്ചിട്ട് അയാളെ പ്രതിയാക്കുവാനായിട്ടും SP പറയുന്നു. പക്ഷേ രാധയ്ക്കാണെങ്കിൽ അതിന് മനസ്സ് വരുന്നില്ല. SP പറഞ്ഞതിന് എതിര് പറയുവാനായും അവൾക്ക് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു നിൽക്കുകയാണ് അവൾ. അവളുടെ മനസാക്ഷിക്കെതിരാണല്ലോ അവൾ ചെയ്യാൻ പോകുന്നതും. തോട്ടക്കാരനെ കണ്ടിട്ടാണെങ്കിൽ അവൾക്ക് പാവവും തോന്നുന്നു. പോകുവാനായി ഇറങ്ങുന്ന രാധയ്ക്കടുത്തേക്ക് അവളുടെ കാമുകനെത്തും. എന്നിട്ട് അവനാണെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. പക്ഷെ എപ്പോഴും നന്മയുടെ ഭാഗത്ത് മാത്രം നിൽക്കുന്ന രാധയ്ക്ക് ആ ഒരു ക്ഷമാപണം സ്വീകരിക്കുവാനായും കഴിഞ്ഞില്ല. അവൾ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയതും രാധയ്ക്ക് ഒട്ടും സമാധാനമേ ഇല്ല. എന്ത് ചെയ്യുമെന്നാണ് അവൾ ചിന്തിക്കുന്നതും. ആ ഒരു തോട്ടക്കാരൻ തെറ്റും ചെയ്തിട്ടില്ല. അയാളുടെ മകളെയും കാണാനില്ല. ഈ കേസ് എങ്ങനെ തെളിയിക്കുമെന്നാണ് അവൾ ചിന്തിക്കുന്നതും. അങ്ങനെ രാധയ്ക്ക് പെട്ടെന്ന് തന്നെ ഒരു ഐഡിയ തോന്നി. അവൾ സ്റ്റേഷനിലേക്കും എത്തി ആ ഒരു തോട്ടക്കാരനോട് കുറച്ച് കാര്യങ്ങളും സംസാരിക്കുന്നു. അതിനുശേഷം അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. പ്രസ് മീറ്റ് വിളിച്ചു ചേർത്തിരിക്കുകയാണ്. എന്നിട്ട് രാധ മീഡിയക്കാരോട് പറയും, MLA-യുടെ വീട്ടിലെ ചക്കപ്പഴം കടത്തിക്കൊണ്ട് പോയത് മറ്റാരുമല്ല, തോട്ടക്കാരന്റെ മകളാണ്. ആ പെൺകുട്ടിയെ കാണാനുമില്ല എന്നുള്ള കാര്യം മീഡിയയോട് പറയുന്നു. മീഡിയക്കാരോട് തോട്ടക്കാരനും അത് സമ്മതിക്കും. എന്റെ മകളാണ് ചക്ക കടത്തിക്കൊണ്ട് പോയത്, അവളെ കാണാനില്ല എന്നും തോട്ടക്കാരൻ കള്ളം പറയുന്നു. ഇതേ കള്ളം തന്നെയാണ് SP-യെ വിളിച്ച് രാധയും പറയുന്നതും. തോട്ടക്കാരന്റെ മകളെ കണ്ടുപിടിക്കുവാനായിട്ട് SP ഉത്തരവിടുകയാണ്. അങ്ങനെ രാധയും കൂട്ടരും അന്വേഷണം ആരംഭിക്കും. പക്ഷേ രാധ തന്റെ കാമുകനായ കോൺസ്റ്റബിളിനെ അന്വേഷണത്തിൽ ചേർക്കുന്നതേയില്ല. എന്നാൽ കോൺസ്റ്റബിൾ ആണെങ്കിൽ രാധയ്ക്ക് മുന്നിൽ നല്ല പേര് വാങ്ങുവാൻ വേണ്ടിയിട്ട് അവന്റേതായ രീതിയിലും അന്വേഷണം ആരംഭിക്കുന്നു. ആദ്യമായിട്ട് ആ ഒരു ഗ്രാമത്തിലെ എല്ലാ ആളുകളുടെയും മൊബൈലിന്റെ ടവർ ലൊക്കേഷനാണ് എടുക്കുന്നതും. ആ ഒരു വിധം അന്വേഷണം നടക്കുന്ന സമയത്ത് രാധ നേരെ പോകുന്നത് ഗ്രാമത്തിലുള്ളവരോട് പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഗ്രാമത്തിലുള്ള ആരും തന്നെ പെൺകുട്ടിയെ കുറിച്ച് നല്ലത് പറയുന്നതേയില്ല. അവൾ ഒരു തന്റേടിയാണ്, അഹങ്കാരിയാണ്, അങ്ങനെയൊക്കെയാണ് പറയുന്നതും. എന്നാൽ അതേ സമയം തന്നെ കോൺസ്റ്റബിൾ ആണെങ്കിലോ എന്തോ കണ്ടുപിടിച്ചതുപോലെ അവിടെയുള്ളൊരു കണ്ണാടിക്കടയിലേക്ക് എത്തുന്നു. എന്നിട്ട് അവിടെയുള്ള പയ്യനോട് നിന്റെ അച്ഛൻ എവിടെ, അയാളെ വിളിക്കുവാനായും പറയും. ആ പയ്യന്റെ അച്ഛനാണെങ്കിൽ അവിടേക്ക് വന്നതും ആ ഒരു പെൺകുട്ടി കാണാതാകുന്ന ദിവസം നിങ്ങളുടെ മൊബൈലിന്റെ ടവർ ലൊക്കേഷനും പെൺകുട്ടിയുടെ മൊബൈലിന്റെ ടവർ ലൊക്കേഷനും ഒരേ സ്ഥലത്താണ് കാണിക്കുന്നത്. നിങ്ങളല്ലേ അവളെ കടത്തിക്കൊണ്ട് പോയതെന്ന് ചോദിക്കുന്നു. എന്നാൽ അത് കേട്ടതും ആ ഒരു കണ്ണാടിക്കടക്കാരന്റെ മക്കൾക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരും. ഒരുപാട് വർഷങ്ങളായിട്ട് എന്റെ അച്ഛൻ മൗനവ്രതം ഇരിക്കുകയാ. മാത്രമല്ല ഇന്നത്തെ ഈ ഒരു മോഡേൺ ടെക്നോളജി ഒന്നും അച്ഛൻ അറിയത്തില്ല, അച്ഛൻ മൊബൈലൊന്നും ഉപയോഗിക്കാറില്ല എന്നുള്ള കാര്യവും മക്കൾ പറയുന്നു. എന്നാലും ആ ഒരു കോൺസ്റ്റബിൾ ആണെങ്കിൽ ആ ഒരു കണ്ണാടിക്കടയുടെ ഓണറാണ് പെൺകുട്ടിയെ കടത്തിക്കൊണ്ട് പോയത് എന്നതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അത് കേട്ടതും അയാളുടെ മക്കൾക്ക് ദേഷ്യം വന്ന് കോൺസ്റ്റബിളുമായിട്ട് ഒരുപാട് പ്രശ്നമുണ്ടാകും. കാണാതായ പെൺകുട്ടിയെപ്പറ്റി ഗ്രാമവാസികളോട് അന്വേഷിക്കുകയാണല്ലോ രാധ. അപ്പോഴാണ് ഒരു കാര്യം അറിയുന്നതും. കാണാതാകുന്നതിന്റെ അന്ന് ഈ പെൺകുട്ടിയാണെങ്കിൽ അടുത്തുള്ളൊരു കടയിലേക്ക് പോയിരുന്ന കാര്യം രാധ അറിയും. ഉടനെ തന്നെ ആ കടയിലേക്ക് എത്തി പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് രാധ. അപ്പോഴാണ് ആ ഒരു കടക്കാരൻ കുറച്ച് കാര്യങ്ങൾ രാധയോട് പറയുന്നതും. കാണാതാകുന്ന അതേ ദിവസം തന്നെ ഈ പെൺകുട്ടിയാണെങ്കിൽ കടയിലേക്ക് എത്തിയിരുന്നു. ആ കടയിൽ ഈ ഒരു ലഹരി പദാർത്ഥം പോലെ ഒരു പാക്കറ്റിലാക്കി വിൽക്കാറുണ്ട്. അത് വാങ്ങുവാൻ വേണ്ടിയിട്ടാണ് അവൾ എത്തിയതും. എന്നാൽ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് തന്നെ അത് കൊടുക്കുവാനായിട്ടും കടക്കാരൻ കൂട്ടാക്കിയില്ല. അതേസമയം തന്നെയായിരുന്നു ഒരു പയ്യൻ വന്നിട്ട് ഒരുപാട് പാക്കറ്റുകളായിട്ട് അത് വാങ്ങിക്കൊണ്ട് പോകുന്നത് രാധ കാണുന്നതും. അവന്റെ പിന്നാലെ പോയി രാധയാണെങ്കിലും ഒരെണ്ണം എനിക്കൂടി തരുമോ എന്ന് ചോദിക്കുന്നു. കാണാതായ പെൺകുട്ടിയെ ആ പയ്യൻ കൂട്ടിക്കൊണ്ടു പോയത് അവന്റെ അവന്റെ കൂട്ടുകാർക്കടുത്തേക്കാണ്. കൂട്ടുകാരാണെങ്കിലോ നാനോ കാറിൽ കൂളിംഗ് ഗ്ലാസ് വിൽക്കുന്ന പരിപാടിയായിരുന്നു. ഇത് മാത്രമേ തനിക്ക് അറിയാവൂ എന്നും കടക്കാരൻ പറയുന്നു. അതിനുശേഷം രാധ നേരെ പോകുന്നത് തന്റെ കാമുകനെ കാണാനായിട്ടാണ്. ആ ഒരു കണ്ണാടിക്കടയിൽ വെച്ചുണ്ടായ പ്രശ്നത്തിൽ കാമുകന് ചെറിയ പരിക്ക് പറ്റിയിരുന്നു.
അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പോയി കാണുകയാണ് രാധ. അപ്പോഴാണ് കാമുകൻ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളെല്ലാം രാധയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതും. രാധ ഉടനെ തന്നെ ആ കണ്ണാടി കടയിലേക്കും എത്തി. കണ്ണാടി കടക്കാരനാണെങ്കിലോ ഒന്നും തന്നെ വിട്ടു പറയുന്നതേയില്ല. അവസാനം രാധ പറയും, പെൺകുട്ടിയെ കാണാതായ കേസ് മാത്രവുമല്ല കോൺസ്റ്റബിളിനെ തല്ലിയ കേസ്, ഒരുപാട് നാൾ നിങ്ങൾ അകത്ത് കിടക്കുമെന്നൊക്കെ വിരട്ടിയതിനാൽ രാധ പറയുന്നതെല്ലാം കേട്ട് പേടിച്ച അയാളാണെങ്കിലോ മൗനവ്രതമെല്ലാം ഉപേക്ഷിച്ച് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപ് അയാളുടെ കടയിലാണെങ്കിൽ ഒരു പയ്യൻ ജോലിക്ക് നിന്നിരുന്നു. അയാളുടെ സിമ്മും ഡീറ്റെയിൽസും എല്ലാം അവനായിരുന്നു ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അവനാകുമെന്നുള്ള കാര്യവും ആ ഒരു കടക്കാരൻ രാധയോട് പറയും. അങ്ങനെ അവസാനമായിട്ട് അവൻ അവിടെ നിന്ന് കൊണ്ടുപോയ ആ ഒരു കടക്കാരന്റെ സിമ്മിന്റെ ഡീറ്റെയിൽസും മൊബൈൽ നമ്പറും എല്ലാം അവൾ വാങ്ങിക്കൊണ്ടു പോകുന്നു. ആ ഒരു നമ്പറിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുവാനായിട്ടും രാധ പറയുന്നു. അതിനുശേഷം കാണിക്കുന്നത് ആ ഒരു നാനോ കാറിലുള്ള 3 പയ്യന്മാരെയാണ്. കണ്ണാടി വിൽക്കുവാനായിട്ട് വന്ന അതേ പയ്യന്മാർ. അവന്മാർ തന്നെയാണ് ആ ഒരു തോട്ടക്കാരന്റെ മകളെ കടത്തിക്കൊണ്ടു പോയിരിക്കുന്നതും. അവരെല്ലാവരും കൂടി ഒരു കാട്ടിനകത്ത് നിൽക്കുകയാണ്. അതേ സമയമായിരുന്നു രാധയ്ക്കും കൂട്ടർക്കും ആ ഒരു സിമ്മിന്റെ ലൊക്കേഷൻ കിട്ടുന്നതും. ഉടനെ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ ലൊക്കേഷൻ അവർക്ക് മിസ്സാവുകയും ചെയ്തു. എന്നാൽ അവസാനമായി കാണിച്ചത് എവിടെയാണോ അവിടേക്ക് പോകുവാനായിട്ടും രാധയും കൂട്ടരും തീരുമാനിക്കും. പഴയ ഒരു വണ്ടി എടുത്തിട്ടാണ് അവർ പോകുന്നതും. അവിടെ തന്നെയുള്ള മറ്റൊരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. അവിടെ മാകെ അന്വേഷിക്കുവാനായും തീരുമാനിക്കും. അവിടെ ഒരു ഹോട്ടലുണ്ട്. ഹോട്ടലിൽ കയറിയിട്ട് ആ ഒരു വണ്ടി നമ്പരും കാറിന്റെ ഡീറ്റെയിൽസും ഒക്കെ അയാളെ കാണിച്ചിട്ട് ചോദിക്കുമ്പോൾ, ഇങ്ങനെ ഒരു കാറ് ഇതുവഴി പോയിട്ടേയില്ല, ഏത് വണ്ടി പോയാലും ഞാൻ ഉറപ്പായിട്ടും കാണുക തന്നെ ചെയ്യും എന്നായിരുന്നു ആ ഹോട്ടൽക്കാരൻ പറഞ്ഞതും. CC ക്യാമറ എല്ലാം ചെക്ക് ചെയ്ത സമയത്ത് തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതേ നാനോ കാറ് അതുവഴി പാസ് ചെയ്ത് പോയിട്ടുള്ള കാര്യവും രാധ കണ്ടെത്തുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ മാകെ അന്വേഷിക്കുവാനായും തീരുമാനിച്ചു. എന്നാൽ ഈ കാറുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ഇവന്മാര് മോഷ്ടിച്ചതാ. ആ കാർ മറ്റാരുടേതുമല്ല, ഈ രാധയുടെ പോലീസ് സ്റ്റേഷനിലെ മറ്റൊരു കോൺസ്റ്റബിളിന്റെയാണ്. തന്റെ കാറ് കാണാനില്ല എന്ന് പലതവണയായിട്ട് ഈ ഒരു കോൺസ്റ്റബിൾ അവിടെ പരാതി കൊടുക്കുവാനായും ശ്രമിച്ചിരുന്നു. പക്ഷെ ആരും തന്നെ മൈൻഡ് ചെയ്തതേയില്ല. എന്നാൽ കാറിന്റെ ഡീറ്റെയിൽസ് എല്ലാം കണ്ടതോടുകൂടി കോൺസ്റ്റബിളിന് സന്തോഷമായി. കാരണം അയാളുടെ കാറാണല്ലോ. അതുകൊണ്ട് തന്നെ രാധയും കൂട്ടരും അതേ ഹോട്ടലിൽ ഈ കോൺസ്റ്റബിളിനെ ഇരുത്തിയിട്ട് കാർ ഇതുവഴി പാസ് ചെയ്ത് പോകുന്നുണ്ടോ എങ്കിൽ ഞങ്ങളെ അറിയിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് പോകുന്നതും. അതുവഴി മാത്രമേ ഏതൊരു വണ്ടിക്കും പാസ് ചെയ്ത് പോകുവാനായും കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അതേ ഹോട്ടലിൽ തന്നെ ആ ഒരു കോൺസ്റ്റബിളിനെ ഇരുത്തിയിരിക്കുന്നതും. പക്ഷേ കോൺസ്റ്റബിൾ ആണെങ്കിൽ ഉറങ്ങിപ്പോവുകയും ചെയ്തു. എന്നാൽ ഇവന്മാരുടെ കയ്യിലുള്ള തോട്ടക്കാരന്റെ മകളാണെങ്കിലോ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിപ്പോകുവാനായി ശ്രമിക്കും. പക്ഷേ എവിടെ പോകാനാ, അവന്മാർ അവളെ പിടികൂടുകയും ചെയ്തു. ഒരു ഏജന്റ് ഉണ്ട്, അവർക്ക് വിൽക്കുവാനായിട്ടാണ് ഇവർ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതും. പെൺകുട്ടികളെയൊക്കെ കടത്തിക്കൊണ്ടു പോകുന്ന ടീമിലുള്ളതാണ് ഈ പയ്യന്മാർ. അങ്ങനെ ഏജന്റിനെ വിളിച്ചിട്ട് ഡീലൊക്കെ സംസാരിക്കുകയും ചെയ്തു. സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഫോൺ ഓണാക്കിയതും. അതുകൊണ്ട് തന്നെ രാധയ്ക്കും കൂട്ടർക്കും ആ ഒരു മൊബൈലിന്റെ ലൊക്കേഷൻ കണ്ടെത്തുവാനായും കഴിഞ്ഞു. ഉടനെ തന്നെ രാധയും കൂട്ടരും അവിടേക്ക് പോവുകയായിരുന്നു. അതേസമയം തന്നെ പെൺകുട്ടിയെ ഏജന്റിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവന്മാരും അവിടെ നിന്ന് യാത്രയായി. ആ ഒരു കോൺസ്റ്റബിൾ ഇരിക്കുന്ന സ്ഥലത്തെ കടന്നാണ് അവർ പോയതും. പക്ഷേ കോൺസ്റ്റബിൾ ഉറങ്ങിപ്പോയത് കൊണ്ട് തന്നെ അവന്മാർ കടന്നു പോയത് കോൺസ്റ്റബിളിന് കാണുവാനും കഴിഞ്ഞില്ല. രാധയും കൂട്ടരും എത്തിയിട്ട് വീണ്ടും അവന്മാർ കടന്നു പോയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് CCTV ഫുട്ടേജ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് അതുവഴി അവർ പാസ് ചെയ്ത് പോയിരിക്കുന്നു. രാധയാണെങ്കിലോ ആ ഒരു കോൺസ്റ്റബിളിനെ ഒരുപാട് വഴക്ക് പറയും. സിമ്മിന്റെ ലൊക്കേഷൻ വെച്ചാണ് രാധയും കൂട്ടരും അവരെ ഫോളോ ചെയ്ത് പോകുന്നതും. 3 പയ്യന്മാരും ഏജന്റിന് പെൺകുട്ടിയെ കൈമാറുവാനായി പോകുന്ന സമയം തന്നെയായിരുന്നു രാധയും കൂട്ടരും അവിടെ എത്തി അവന്മാരെയൊക്കെ പിടികൂടുന്നതും. അങ്ങനെ പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ പ്രതികളെയും കാണാതെ പോയ പെൺകുട്ടിയെയും കോടതിയിൽ ഹാജരാക്കുന്നു. എന്നാൽ ജഡ്ജിയാണെങ്കിൽ പെൺകുട്ടിയോട്, നീ മോഷ്ടിച്ചു കൊണ്ടുപോയ ആ ഒരു ചക്കപ്പഴങ്ങൾ എവിടെയെന്ന് ചോദിക്കും. എന്നാൽ ആ പെൺകുട്ടി പറയുന്നത്, ചക്കപ്പഴം മോഷ്ടിച്ചെന്നോ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എന്നെ ഇവർ കടത്തിക്കൊണ്ടു പോയതാണെന്നും പെൺകുട്ടി പറയുന്നു. രാധയ്ക്കാണെങ്കിലോ കാണാതെ പോയ 2 ചക്കകൾ കണ്ടെത്തുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് പെൺകുട്ടിയെ കണ്ടെത്തുക എന്നതായിരുന്നു. അങ്ങനെ കോടതിയാണെങ്കിൽ സത്യമെല്ലാം ബോധ്യപ്പെട്ടതോടുകൂടി ആ 3 പയ്യന്മാരെയും ഏജന്റിനെയും എല്ലാം ശിക്ഷയ്ക്ക് വിധിച്ചു. അവരെ ജയിലിലേക്കും കൊണ്ടുപോവുകയാണ്. എന്നാൽ അതേ സമയം തന്നെ തന്റെ വീട്ടിലെ 2 ചക്കകൾ കാണാനില്ല എന്ന് കേസ് കൊടുത്ത MLAയും കോടതിയിലേക്ക് വിളിപ്പിക്കുകയാണ്. ജഡ്ജി ചോദിക്കുന്നുണ്ട്, ഇവിടെ ഒരുപാട് കേസുകൾ തെളിയിക്കുവാനായിട്ട് കിടക്കുന്നുണ്ട്, അതിനിടയിലാണോ കാണാതെ പോയ ഈ ഒരു 2 ചക്കയെ കുറിച്ചുള്ള കേസ് എന്നും പറഞ്ഞ് MLA ഒരുപാട് വഴക്ക് പറയും. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാനാകാതെ MLA അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നതും. കാണാതെ പോയ പെൺകുട്ടിയെ കണ്ടെത്തി കൊടുത്തത് കൊണ്ട് തന്നെ രാധയും കൂട്ടരെയും കോടതി അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ SP പറഞ്ഞതുപോലെ തന്നെ പ്രൊമോഷൻ കൊടുത്തത് രാധയുടെ കാമുകനായിരുന്നു. അതിന്റെ ആഘോഷങ്ങളൊക്കെ നടക്കുകയായിരുന്നു. അതേസമയമായിരുന്നു രാധയ്ക്കൊരു കോൾ വരുന്നതും. എന്തെന്നാൽ രാധയ്ക്ക് വീണ്ടും SIയിൽ നിന്നും വീണ്ടും പ്രൊമോഷൻ കിട്ടിയിരിക്കുകയാണ്. അത് കേട്ടതും രാധയ്ക്ക് സന്തോഷമല്ല വന്നത്, സങ്കടമാണ്. അയ്യോ, ഇനി വീണ്ടും
പിന്നെ നമ്മുടെ കല്യാണം നടക്കത്തില്ലല്ലോ എന്നാണ് അവൾ പറയുന്നതും. കാരണം രാധയുടെ കാമുകന്റെ വീട്ടുകാർക്കാണെങ്കിൽ രാധ അവനേക്കാൾ ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ രാധയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാനായിട്ട് ഒട്ടും താല്പര്യമേ ഇല്ല. ഉയർന്ന പദവിയിലിരിക്കുന്ന പെണ്ണ് തന്റെ ഭർത്താവിനെ അനുസരിക്കില്ല എന്നാണ് അവർ പറയുന്നത് തന്നെ. അതോർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ് രാധ. എന്നാൽ മറ്റൊരു വശത്ത് 2 ചക്കകൾ കാണാതെ പോയില്ലേ, അത് യഥാർത്ഥത്തിൽ എവിടെ പോയെന്നാണ് കാണിക്കുന്നത്. അത് മറ്റെങ്ങും പോയിട്ടില്ല. 2 ചക്കകളും കൊണ്ടുപോയത് 2 കുരങ്ങന്മാരായിരുന്നു. എന്നാൽ ഓടിയതോ പോലീസുകാരും MLAയും എല്ലാവരും തന്നെയാണ്. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.